പാഠ്യപദ്ധതി പരിഷ്കരണം ഈ സർക്കാരിന്റെ മികച്ച നേട്ടങ്ങളിലൊന്നാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കേരള വിഷൻ ന്യൂസിനോട്. സ്കൂൾ കെട്ടിടങ്ങളുടെ നവീകരണത്തിനും പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കാനുമായി 5000 കോടി രൂപയാണ് സർക്കാർ ചെലവിട്ടത്. സർക്കാരിന്റെ 4ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ കേരള വിഷൻ ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റമാണ് വന്നിരിക്കുന്നത്. അതൊരു ആലങ്കാരിക ഭാഷയിൽ വലിയ മാറ്റമുണ്ടായി എന്നുള്ളതല്ല. വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കും ജനങ്ങൾക്കും നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പാഠ്യപദ്ധതി പരിഷ്കരണം എന്ന് പറഞ്ഞാൽ. അതൊരു ചില്ലറ കാര്യമായിട്ട് കാണാൻ വേണ്ടി പറ്റില്ല. 16 വർഷക്കാലമായി പാഠ്യപദ്ധതിയുടെ പരിഷ്കരണം നടന്നിട്ട് 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലേക്ക് 3 കോടി പുസ്തകങ്ങളാണ് പ്രിൻ്റ് ചെയ്യേണ്ടത്. എന്ന് മാത്രമല്ല, പാഠ്യപദ്ധതി പരിഷ്കരണം എന്ന് പറഞ്ഞാൽ വിവാദങ്ങളുടെ പരിഷ്കരണമെന്ന് കൂട്ടിക്കൊണ്ടായത് മുൻകാലങ്ങളിൽ. ഇപ്രാവശ്യം വിദ്യാർത്ഥികളുടെ അഭിപ്രായം തേടിയത് ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും. രക്ഷകർത്താക്കളുടെ അഭിപ്രായം തേടി, അങ്ങനെ ഒരു സമസ്ത ജനങ്ങളുടെയും അഭിപ്രായം തേടിക്കൊണ്ട് ഈ 1 മുതൽ 10 വരെയുള്ള പാഠപുസ്തകങ്ങൾ പ്രിൻ്റ് ചെയ്തു. സമയത്തിൽ പ്രിൻ്റ് ചെയ്ത് കൊടുത്തു എന്നുള്ളതാണ്. പാഠപുസ്തകം എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും മാറണം, അതാണ് എൻ്റെ അഭിപ്രായം. കാര്യം വെച്ചാൽ വിജ്ഞാനം പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. 16 കാലങ്ങൾക്ക് മുമ്പുള്ള കാര്യമല്ലല്ലോ കുട്ടികൾ പഠിക്കേണ്ടത്. അതിൽ ചരിത്രപരമായ കാര്യങ്ങളുണ്ടെങ്കിൽ പഠിക്കണം. അപ്പോൾ 16 വർഷക്കാലം കഴിഞ്ഞ ശേഷം 1 മുതൽ 10 വരെ ഇത് പൂർത്തീകരിച്ചു. 9ാം ക്ലാസ് കഴിഞ്ഞിറങ്ങി ഉടനെ തന്നെ 10ാം ക്ലാസ്സിലെ പാഠപുസ്തകം മുഖ്യമന്ത്രി കുട്ടികൾക്ക് കൊടുത്തു. മുൻകാലങ്ങളിൽ ആ പാഠപുസ്തകം അത്തരം പാഠപുസ്തകങ്ങൾക്ക് പകരം ഫോട്ടോസ്റ്റാറ്റ് വെച്ചാണ് പഠിച്ച ഒരു കാലഘട്ടവും ഉണ്ടായിരുന്നു. അതുപോലെ സമഗ്ര മേന്മ വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കി. സബ്ജക്റ്റ് മിനിമം നടപ്പിലാക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു. 1 മുതൽ 10 വരെയുള്ള നമ്മുടെ കുട്ടികൾ അക്കാഡമിക് നിലവാരം മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. കേരളത്തിൽ 5000 കോടി രൂപയാണ് പാഠപുസ്തകം 5000 കോടി രൂപയാണ് 5000 കോടി രൂപയാണ് കേരളത്തിൽ സ്കൂൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് ചെലവഴിച്ചത്. അത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയധികം രൂപ ചെലവഴിച്ചത്. ഏറ്റവും വലിയ സംസ്ഥാനങ്ങളും ഏറ്റവും വലിയ സാമ്പത്തിക ശേഷിയുള്ള സംസ്ഥാനങ്ങളുടെയും വിദ്യാഭ്യാസ രംഗത്ത് ചെലവഴിക്കുന്ന കണക്കെടുത്താൽ ഈ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി 5000 കോടി രൂപ ഒരിക്കലും ചെലവഴിച്ചായിട്ടുള്ള രേഖകൾ കാണുന്നില്ല. ഇന്നിപ്പോൾ ഏതാണ്ട് ഒരു 75% സ്കൂളുകൾ പുതിയ സ്കൂളുകളായി മാറിക്കഴിഞ്ഞു. അതുപോലെ തന്നെ അടുത്ത വർഷം ഹയർ സെക്കൻഡറിയുടെ പാഠ്യപദ്ധതി പരിഷ്കരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങൾ സ്കൂൾ ഒളിമ്പിക്സ് ആദ്യമായിട്ട് തന്നെ നടത്തി. അതിൽ ഇൻക്ലൂസീവ് സ്പോർട്സാണ്, ഡിഫറൻ്റ്ലി ഏബിളായിട്ടുള്ള കുട്ടികളെയും കൂടെ സംയുക്തമായിട്ട് നടത്തി. അത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. വേൾഡ് ഒളിമ്പിക്സ് പോലും ഇൻക്ലൂസീവ് സ്പോർട്സ് പ്രത്യേകം, അല്ലാതെയുള്ള സ്പോർട്സ് പ്രത്യേകമാണ് നടത്തുന്നത്. ഇതൊരു വലിയ സംരംഭമായിരുന്നു. അവരുടെ കുട്ടികൾക്ക് വലിയൊരു ആവേശമായിരുന്നു, രക്ഷകർത്താക്കൾക്ക് ആവേശമായിരുന്നു. അവർക്ക് വലിയ അംഗീകാരമാണ് കിട്ടിയത്. സ്കൂൾ കലോത്സവം 14,000-ഓളം വരുന്ന കുട്ടികൾ പങ്കെടുക്കുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമേളയാണ്. അത് ഒരു അപശബ്ദമില്ലാതെ നടത്തി തീർക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു. ഇതിൽ ഗോത്രവർഗ കലാരൂപം കൂടി ഈ പ്രാവശ്യം മുതൽ വേദിയിൽ ഉൾപ്പെടുത്തി എന്നത് ഒരു ചരിത്ര സംഭവമാണ്. ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾ നന്നായി നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് സൂംബെ ഡ്രില്ല് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടത്തുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ പാഠപുസ്തകം, യൂണിഫോം ഇതെല്ലാം കൃത്യസമയത്ത് തന്നെ എത്തിച്ചു. അധ്യാപകർക്കുള്ള 1,92,000 അധ്യാപകർക്കുള്ള ട്രെയിനിങ് പ്രോഗ്രാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. സാധാരണഗതിയിൽ 1 വർഷത്തെ പ്രോഗ്രാമാണ്. അത് 5 വർഷം ആക്കി ഈ പ്രാവശ്യം മുതൽ ഞങ്ങൾ മാറ്റിയിട്ടുണ്ട്. ഹയർ സെക്കൻഡറി അധ്യാപകർക്ക് സാറിന് ട്രെയിനിങ് അങ്ങനെ കിട്ടാറില്ല. അതും ഞങ്ങൾ ഈ പ്രാവശ്യം മുതൽ നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ഈ അവധിക്കാലം കഴിഞ്ഞ് ജൂൺ 2-ാം തീയതിയാണല്ലോ സ്കൂൾ തുറക്കുന്നത്. 2-ാം തീയതി മുതൽ 2 ആഴ്ചക്കാലം കുട്ടികൾക്ക് പാഠപുസ്തകം പഠിക്കേണ്ട, സാമൂഹ്യ പ്രസക്തിയുള്ള പൗരബോധം പാലിക്കേണ്ട അത്തരം കാര്യങ്ങളാണ് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഉദാഹരണം ഇപ്പോൾ ഈ ഒരുപാട് സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയങ്ങളുണ്ടല്ലോ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ടത്. മോട്ടോർ വാഹന നിയമങ്ങൾ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ
ശുചിത്വമുള്ള അന്തരീക്ഷം വിദ്യാലയം കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട വ്യക്തി ശുചിത്വം കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അധ്യാപകരോട് കാണിക്കേണ്ട ബഹുമാനം അല്ലെങ്കിൽ മറ്റ് ആൾക്കാരോട് കാണിക്കേണ്ട ബഹുമാനം, അതുപോലെ ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ആയിരിക്കും ആദ്യത്തെ 2 ആഴ്ചക്കാലം കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി പോകുന്നത്. അപ്പോൾ അങ്ങനെ ആ നിലയിൽ ഒരു സമഗ്രമായ മാറ്റമാണ് വിദ്യാഭ്യാസ രംഗത്ത് വന്നിരിക്കുന്നത്. അത് ഇപ്പോൾ 8ാം ക്ലാസ്സിൽ സബ്ജക്റ്റ് മീഡിയം നടപ്പിലാക്കി വലിയ വിജയമാണ് അത് ഉണ്ടായിട്ടുള്ളത്. അടുത്ത പ്രാവശ്യം മുതൽ 7, 6, 7, 9 ക്ലാസ്സുകളിലത്തേക്ക് സബ്ജക്റ്റ് മീഡിയം നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നു. അടുത്ത 1-2 വർഷം കൂടെ കഴിയുമ്പോൾ SSLCക്കും ഹയർ സെക്കൻഡറിക്കും ഉള്ള നമ്മുടെ റിസൾട്ടിൻ്റെ നിലവാരവും ഇന്ത്യയിൽ തന്നെ 1ാം സ്ഥാനത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.